നമസ്കാരം. നമ്മുടെ സിനിമാ താരങ്ങൾ രാഷ്ട്രീയ നേതാക്കളെ പ്രശംസിക്കുന്നതും അവരുടെ ഒരു പ്രചാരണത്തിന് വേണ്ടി ഒരു തുണയായി നിൽക്കുന്നതുമൊന്നും സമീപകാലത്ത് അത്ര പുതുമയുള്ള വാർത്ത അല്ല. കാരണം തിരഞ്ഞെടുപ്പിന് മുമ്പ് 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പിണറായി വിജയൻ്റെ വേണ്ടി മോഹൻലാൽ നടത്തിയൊരു അഭിമുഖം ഇരുവർ എന്നുള്ള പിണറായി വിജയന് വേണ്ടി എന്ന് തന്നെ പറയണം, പിണറായി വിജയനുമായി എന്ന് പറയുവാൻ സാധ്യമല്ല. കാരണം അതൊരു പരസ്യ പ്രചരണം തന്നെയായിരുന്നു. അത് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. അതിൻ്റെ മറ്റൊരു പതിപ്പായിരുന്നു ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ VD സതീശനെ അഭിനന്ദിക്കുവാനായി വിളിച്ചുകൂട്ടിയൊരു യോഗം. അതിൽ മോഹൻലാലും മമ്മൂട്ടിയും എല്ലാം പങ്കെടുത്തു. അവരുടെ VD സതീശനെക്കുറിച്ചുള്ള വാഴ്ത്തിപ്പാടലുകൾ എല്ലാം പ്രേക്ഷകർ പലതരത്തിൽ കേട്ട് കാണും. പക്ഷേ ഇതുകൊണ്ട് കേരള സമൂഹത്തെ സംബന്ധിച്ച് വളരെ അഭിമാനപൂർവ്വം കേരള സമൂഹം പറയുന്നൊരു കാര്യമുണ്ട്. ഒരു സിനിമാ താരത്തിൻ്റെ പ്രശസ്തിയും അഭിനയപാഠവും എല്ലാം ഞങ്ങൾ വെള്ളിത്തിരയിൽ മാത്രമേ ആസ്വദിക്കൂ. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി അവർ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങളത് അംഗീകരിക്കാറില്ല. പ്രേം നസീർ മുതൽ ഞങ്ങൾ അങ്ങനെയാണ് പ്രവർത്തിച്ചു വരുന്നത്. പക്ഷേ അതിനൊരു അപവാദമായി രാമു കരിയാട്ടുണ്ട്. ശക്തമായൊരു പാർട്ടി പിന്തുണയോടുകൂടി സിനിമാ താരങ്ങൾ മത്സരിച്ചാൽ അവർ വിജയിക്കുമെന്നുള്ളതിൻ്റെ തെളിവായി രമേഷ് പിഷാരടിയെ പോലുള്ളവർ ഇന്ന് നിയമസഭയ്ക്കുള്ളിലുണ്ട്. അതിൻ്റെ അപവാദങ്ങളുണ്ട്. പക്ഷേ തമിഴ്നാട്ടിലെ അത്രയും തീക്ഷ്ണമല്ല സിനിമാ താരങ്ങളോടുള്ള ആരാധന. തീക്ഷ്ണത എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഇപ്പോഴാണ് തീക്ഷ്ണതയായത്. MGRനെയും ജയലളിതയും ഒന്നും സിനിമാ താരങ്ങളായി കൂട്ടണ്ട. കാരണം സിനിമാ താരങ്ങൾ എന്നുള്ളതിനുപരി വർഷങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യം അവർക്കുണ്ട്. NTRന് ശേഷം ആന്ധ്രാപ്രദേശ് ആയിരുന്ന സമയത്ത് ഒരു തെലുങ്കാനയും ആന്ധ്രാപ്രദേശുമായി വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് NTR മാത്രമേ ഉള്ളൂ ഭാരതത്തെ സംബന്ധിച്ച് ഒരു സിനിമാ താരം 6 മാസങ്ങൾ കൊണ്ട് അധികാരത്തിലെത്തി അതിനുശേഷം വിജയും. ഇത്തരത്തിലൊരു പ്രക്രിയ നമ്മൾ ചെയ്യാറില്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല കേരളത്തിലെ പൊതുജനങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു തണ്ട് നമുക്കുണ്ട്. പക്ഷേ മലയാളിയുടെ പ്രബുദ്ധത എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും മാറാവുന്നതാണ്. കാരണം ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ല ഈ വാക്ക്. പാണ്ഡി എന്ന് വിളിച്ചിരുന്ന രജനീകാന്ത് ഭാഷ എന്നുള്ള ഒറ്റ സിനിമയോടുകൂടി തന്നെ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറി, സൂപ്പർ സ്റ്റാറായി മാറി. മലയാളി തമിഴനേക്കാൾ ആവേശത്തോടുകൂടി ചില്ലറ സതറവിടുക എന്ന് പറയും. അതായത് ഈ കാശിങ്ങനെ എടുത്ത് എറിയുക എന്ന് പറയുന്ന പേപ്പർ വലിച്ചെറിയുകയും എല്ലാം ചെയ്തു. അതിൻ്റെ ഏറ്റവും വലിയ അതിക്രമ തലത്തിലേക്ക് അത് പ്രവേശിച്ചത് ആ ആരാധന വിജയിലേക്ക് മാറിയപ്പോഴാണ്. വിജയുടെ ആരാധകരെ പലപ്പോഴും കോളനികൾ എന്നൊക്കെ വിളിച്ച് മലയാളികൾ തന്നെ പരിഹസിക്കാറുണ്ടെങ്കിലും വിജയ്ക്ക് തമിഴ്നാട്ടിലുള്ള അത്രയും തന്നെ ശക്തരായ ആരാധക വൃന്ദം കേരളത്തിലുമുണ്ടെന്നുള്ള കാര്യം വാസ്തവമാണ്. ഈ സിനിമാ താരങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇത്രയും വിശദമായി പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ലോകത്തെ ഏറ്റവും വലിയ രാജ്യതന്ത്രജ്ഞനായ ചാണക്യൻ, മക്കിയവെല്ലിയൊക്കെ വിടൂ, മക്കിയവെല്ലി ഒരു ഫെയിൽഡ് പൊളിറ്റീഷ്യനായിരുന്നു, പരാജയപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. ചാണക്യൻ അങ്ങനെയല്ല. ഒരു സാമ്രാട്ടിനെയും സാമ്രാജ്യത്തെയും തന്നെ സ്വയം സൃഷ്ടിച്ചെടുത്ത ഒരു സാധാരണക്കാരനായിരുന്നു. അതിബുദ്ധിമാനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം അർത്ഥശാസ്ത്രത്തിലൊരു കാര്യം പറയുന്നുണ്ട്. ഈ കലാകാരന്മാരെയും പൊതുജനങ്ങളെ വിനോദിപ്പിക്കുന്ന വ്യക്തികളെയും സമൂഹത്തിൽ നിന്ന് എപ്പോഴും അകറ്റി നിർത്തണം. കാരണം അവരെ നഗരത്തിന് പുറത്തേ പാർപ്പിക്കുവാൻ പാടുള്ളൂ. അവരുടെ ആദായത്തിൽ നിന്ന് നല്ലൊരു ശതമാനം നികുതിയായി രാജ്യം പിടിച്ചെടുക്കണം. അവരെ യാതൊരു തരത്തിലും രാജ്യത്തിൻ്റെ നയങ്ങളിലോ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളിലോ ഈ സ്വാധീനം ചെലുത്തുവാൻ അനുവദിക്കരുത്. കാരണം അവരടിസ്ഥാനമായി വിനോദത്തിന് മാത്രം നിലനിൽക്കുന്ന വ്യക്തികളാണ്. എന്നാൽ അവരെ വേണമെങ്കിൽ മറ്റ് ശത്രു രാജ്യങ്ങൾക്കെതിരെ ചാരന്മാരായിട്ടും ഒക്കെ ഉപയോഗിക്കാം. ഇത്തരത്തിൽ ചെയ്യുന്നതിൻ്റെ കാരണം അവർക്ക് വേഷം മാറാനും ആരുമായിട്ടും ഇടപെടാനുമുള്ള അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകളുമൊക്കെ രാജ്യത്തിൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കാം. പക്ഷേ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ അവർക്ക് യാതൊരു സ്വാധീനവും ഒരു കാലത്തും നൽകുവാൻ പാടില്ല എന്നുള്ളത് ഞാനല്ല പറഞ്ഞത്, ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് മോഹൻലാലിൻ്റെ ആരാധകർക്ക്, കാരണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, 3 കോടി മലയാളികളുണ്ടെങ്കിൽ 3 കോടി മലയാളികളിൽ മമ്മൂട്ടി പോലും മോഹൻലാലിൻ്റെ ഫാനാണ്. അത്രയ്ക്കും സ്വാധീനമുള്ളൊരു നടനാണ് അഭിനയത്തിൻ്റെ കാര്യത്തിൽ മോഹൻലാൽ, ഒരു സംശയവുമില്ല. കാരണം അതിനും മേലെ നിൽക്കുന്നൊരു അഭിനേതാവിനെ ഇനി ലോകം കണ്ടെത്തേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ വളരെ ചുരുക്കം പേരേ ഉണ്ടാവുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ സഞ്ജീവ് കുമാറിനെയും രഘുവരനെയും പോലുള്ള നടന്മാരുണ്ട് മോഹൻലാലുമായി താരതമ്യം ചെയ്യാവുന്ന. എന്നാലും മോഹൻലാൽ ഒരു അതുല്യ അഭിനയ പ്രതിഭ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പരിജ്ഞാനം എന്നുള്ളത്, ഒരുപക്ഷെ എന്നെക്കാളും നിങ്ങളെക്കാളും കൂടുതൽ രാഷ്ട്രീയ പരിജ്ഞാനം അദ്ദേഹത്തിനുണ്ടാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സ്വീകരിക്കേണ്ട ഒരു കാര്യം നമുക്കില്ല. അത് മോഹൻലാലിൻ്റെ കാര്യത്തിലായാലും ശരി, മമ്മൂട്ടിയുടെ കാര്യത്തിലായാലും ശരി, പൃഥ്വിരാജിൻ്റെ കാര്യത്തിലായാലും ശരി,
ദിലീപിൻ്റെ കാര്യത്തിലായാലും ശരി. സുരേഷ് ഗോപിയുടെ കാര്യം ഞാൻ ഒരല്പം വ്യത്യസ്തമായി പറയുന്നു. സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ്. സുരേഷ് ഗോപി എന്ന് സജീവ രാഷ്ട്രീയം വിടുന്നു അന്ന് അദ്ദേഹവും ഒരു സിനിമാ താരമായി തന്നെ മാറേണ്ടത് ആവശ്യകതയാണ്. ആരുടെ? കേരള സമൂഹത്തിൻ്റെ. ആ കേരള സമൂഹത്തിൻ്റെ ഇടയിലേക്കാണ് ഇപ്പോൾ നിരന്തരമായി ഈ സിനിമാ താരങ്ങളെ കൊണ്ടുവന്നുള്ള ഇത്തരം വാഴ്ത്തലുകളും പുകഴ്ത്തലുകളും പ്രചാരണങ്ങളും എല്ലാം പതിയെ പതിയെ കേരള സമൂഹത്തിൻ്റെ ഇടയിലേക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സ്വാധീനം വർദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും സത്യമാണ്. രമേഷ് പിഷാരടിയുടെ വിജയം അദ്ദേഹം ഒരു സിനിമാ താരമായതുകൊണ്ടല്ല. അടിസ്ഥാനപരമായിട്ട് സംസ്ഥാനമൊട്ടാകെ പിണറായി വിജയൻ വിരുദ്ധ തരംഗം അലയടിച്ചതുകൊണ്ട് UDF എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുൻപിൽ പിണറായിയെ ഇറക്കി വിടുവാനുള്ളൊരു പോംവഴി എന്നുള്ളൊരു ധാരണ കേരള ജനത വെച്ചു പുലർത്തിയതും കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കേരള ജനത പ്രബുദ്ധരാണ് എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊന്ന് ആലോചിക്കണം. അതിന് തന്നെ നമ്മളെപ്പോഴും പാണ്ടികളെന്ന് വിളിച്ച് പരിഹസിക്കുന്ന തമിഴ്നാട്ടിലേക്കൊന്ന് നോക്കുക. അവർ അധികാരത്തിലേറ്റിയിരിക്കുന്നത് ഒരു സിനിമാ താരത്തെ തന്നെയാണ്. പക്ഷേ മൂന്നാമതൊരു വഴി അവരുടെ മുമ്പിൽ തുറന്നു വന്നപ്പോൾ അത് പരീക്ഷിക്കുവാനെങ്കിലും അവർ തയ്യാറായി. കേരളത്തിലോ LDF, UDF, UDF, LDF, UDF, LDF. NDA ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളതല്ല. NDA ഇപ്പോൾ നമ്മൾ വോട്ട് ചെയ്താൽ നമ്മുടെ വോട്ട് പാഴായിപ്പോവും, നമ്മുടെ സമ്മതിദാനാവകാശം പാഴായിപ്പോവും എന്നുള്ളൊരു മിഥ്യാധാരണ വെച്ച് പുലർത്തുന്ന പ്രബുദ്ധരാണ് ഞാനും നിങ്ങളുമെല്ലാം ഉൾപ്പെടുന്ന സമൂഹങ്ങൾ. നമ്മൾ പലരും അതിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായൊരു സമൂഹം എന്നുള്ള നിലയിൽ നാം ഇപ്പോഴും അതിന് മുകളിലില്ല. അത്തരത്തിലുള്ളൊരവസ്ഥയിൽ കഴിയുന്നൊരു സമൂഹം ഈ സിനിമാ താരങ്ങളെ അവരെ നിർത്തേണ്ടടുത്ത് തന്നെ നിർത്തണം. അത് മോഹൻലാൽ ആയാലും ശരി, ഷോബിൻ ഷഹീർ ആയാലും ശരി. മോഹൻലാൽ എന്നുള്ള ഏറ്റവും ഉയർന്ന കലാകാരനായാലും ശരി, ഷൗബിൻ ഷഹീർ എന്നുള്ള ഏത് റോള് ചെയ്താലും പൊറോട്ട അടിക്കാൻ നിൽക്കുന്ന ബംഗാളിയുടെ മുഖഭാവത്തോടുകൂടി പള്ളിയുടെ കത്തനാരുടെ റോളും വില്ലനായ വാടക കൊലയാളിയുടെ റോളും ചെയ്യുന്ന ഷൗബിൻ ഷഹീർ ആയാലും ശരി, ഓരോ ഭാവത്തിലും ഓരോ രംഗത്തും കണ്ണുകൊണ്ടൊരു 10,000 ഭാവങ്ങൾ വിതറുന്ന മോഹൻലാലായാലും ശരി, അവർ കലാകാരന്മാരാണ്. കലാകാരന്മാർ നമുക്കിഷ്ടമുള്ള കലാകാരന്മാരായി തന്നെ തുടരട്ടെ. രാഷ്ട്രീയ അഭിപ്രായങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വേണമെങ്കിൽ നിങ്ങൾ അതിനെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കൊള്ളൂ. പക്ഷേ അതിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്നോ അതിൻ്റെ പിന്നിൽ എത്രത്തോളം കഴമ്പുണ്ടെന്നോ എന്നുള്ളത് കൃത്യമായി പരിശോധിക്കുവാനുള്ളൊരു ക്ഷമ നിങ്ങൾക്കുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഏതൊരു കലാകാരൻ്റെയും രാഷ്ട്രീയ അഭിപ്രായം നിങ്ങൾ ഉൾക്കൊള്ളുവാൻ പാടുള്ളൂ. ശരിയാണ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു നടൻ മോഹൻലാൽ നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്ന വീഡിയോകൾ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അത് അടിസ്ഥാനപരമായിട്ട് നരേന്ദ്രമോദിക്ക് കിട്ടുന്ന ഒരു അനുമോദനത്തിൽ നരേന്ദ്രമോദിയുടെ ഒരു ആരാധകൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ, നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഇത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ നിന്ന് ഞാനോ നിങ്ങളോ വിട്ടു നിൽക്കുന്നില്ല, ബൗദ്ധികമായി ഉയർന്നൊരു തലത്തിലേക്ക് എത്തിയിട്ടില്ല. ഇതുപോലും ചെയ്യുവാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം മോഹൻലാലിൻ്റെ നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള അഭിപ്രായം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അത് യാതൊരു തരത്തിലും അദ്ദേഹം ഒരു കലാകാരനായതുകൊണ്ട്, അദ്ദേഹം കലാജീവിതം അവസാനിപ്പിച്ച് മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ഒരു കാര്യക്ഷമതയും സത്യസന്ധതയും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും തെളിയിക്കുകയാണെങ്കിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ നമുക്ക് മുഖവിലേക്ക് എടുക്കാം. രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള, സമൂഹത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ, സാമൂഹികമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിലോ, പ്രവചിക്കാനാവാത്തൊരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിൽ അദ്ദേഹം എന്തെങ്കിലും ഒരു അഭ്യർത്ഥന നടത്തുകയാണ്, സഹായം ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന രീതിയിലൊന്ന് പെരുമാറണം, ഒരു മഹാമാരി വരുമ്പോൾ ഇന്ന രീതിയിലുള്ള പെരുമാറ്റം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം, ഇതിൻ്റെ വ്യാപനം ഒഴിവാക്കുവാൻ വേണ്ടി അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അഭ്യർത്ഥന അദ്ദേഹം നടത്തുകയാണെങ്കിൽ അത് ഉൾക്കൊള്ളാം നമുക്ക്. പക്ഷേ അതിനപ്പുറത്തേക്ക്, അതാണ് പറഞ്ഞത്, ഒരു വിനോദത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സന്ദേശങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നതിനോട് വേണ്ടിയോ ഒരു ഉപാധിയായി ഉപയോഗിക്കപ്പെടുവാനുള്ളൊരു വ്യക്തി മാത്രമാണ് മോഹൻലാലും മമ്മൂട്ടിയും ദിലീപും ഷൗബിൻ ഷഹീറും എല്ലാം. ദുൽഖർ സൽമാൻ ആരോ ആയിക്കോട്ടെ. വിജയിയെ ഇപ്പോൾ അങ്ങനെ പറയുവാൻ സാധിക്കില്ല. തമിഴ് ജനത അദ്ദേഹത്തെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയാക്കി. ഈ ഒരു ആശയക്കുഴപ്പമുണ്ടല്ലോ ഈ സെലിബ്രിറ്റികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ച്. ആ ഒരു ആശയക്കുഴപ്പമാണ് പതിയെ പതിയെ സെലിബ്രിറ്റികളെ രാഷ്ട്രീയക്കാരായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. അല്ലാതെ അവരുടെ മേന്മയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രമീമാംസയിലുള്ള അവരുടെ ഒരു തീക്ഷ്ണതയോ അവരുടെ ഒരു വൈഭവമോ ഒന്നുമല്ല. ഞാനും നിങ്ങളുമാണ് അതിന് കാരണക്കാർ. അതിൻ്റെ കാരണക്കാരാകുന്ന നമ്മൾ ആ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു പ്രക്രിയയുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു സംഭവമുണ്ടല്ലോ, സംഭവം പണിടുവാൻ എന്ന് തമിഴിൽ പറയുന്ന പോലെ, ആ ഒരു നമ്മൾ കാരണം ഉരുത്തിരിയുന്ന ആ സംഭവം സമൂഹത്തിന് നല്ലതാണോ അല്ലയോ എന്നുള്ളത്
ചാണക്യനിൽ നിന്ന് പരിശോധിച്ചു തുടങ്ങുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ എന്താണെന്ന് അറിയുവാൻ തീർച്ചയായും താല്പര്യമുണ്ട്. കമൻറ്റുകളിലൂടെ ആ അഭിപ്രായങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.